ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ബാഹ്യമായ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ വസ്തുക്കളിലാണ് സർവസുഖവും എന്ന് ധരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ സുഖം വസ്തുവിലല്ല, വ്യക്തിയിലാണ്. വസ്തുവിൽ സുഖം എന്ന് തോന്നുന്നത് മനസ്സ് ഇന്ദ്രിയദ്വാര വസ്തുവിലേക്ക് ഒഴുകിയപ്പോൾ. എന്നാൽ ആ ഒഴുക്കം സുഖത്തിനുള്ള അതിയായ തൃഷ്ണ കൊണ്ട് മനസ്സ് വസ്തുക്കളിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നു. വസ്തു നഷ്ടപ്പെടുകയോ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതാവുകയോ ചെയ്യുമ്പോൾ നിരാശയും ദുഃഖവുമാണ് ഫലം. ഇനി ഒരു വസ്തു കുറച്ച് സമയം അനുഭവിച്ചു കഴിയുമ്പോൾ അതിൽ മടുപ്പാണ് അനുഭവമാകുന്നത്. അതുകൊണ്ടും അതിൽ സുഖമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സുഖം സ്വന്തം മനസ്സിൻ്റെ സ്വസ്ഥതയിൽ നിന്ന് യഥാർത്ഥമായ സുഖം നമുക്ക് അനുഭവമാകും. അതാണ് ബാഹ്യമാമി പ്രപഞ്ചത്തെ സത്യമെന്നു നിനച്ചതിൽ സുഖം തേടി നടക്കുന്നു ഫലമില്ലെന്നു കാണ്ടിലും. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. ബാഹ്യമാമി പ്രപഞ്ചത്തെ സത്യമെന്നു നിനച്ചതിൽ, നമ്മളീ കാണുന്ന ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം സത്യമാണ്, ഉള്ളതാണ് എന്ന് ധരിച്ച് സുഖം തേടി നടക്കുന്നു. വസ്തുക്കളിലാണ് സുഖം എന്ന് ധരിച്ച് നടക്കുന്നു. ഫലമില്ലെന്നോ കാണെങ്കിലും, ഒരു ഫലവും കിട്ടുന്നില്ലെങ്കിലും വീണ്ടും ഈ വസ്തു കിട്ടി അതനുഭവിച്ച് മടുപ്പ് വന്നപ്പോൾ മറ്റൊന്നിനെ തേടി അലയുന്നു. അതും കിട്ടി അനുഭവിച്ച് കഴിയുമ്പോൾ അവിടെയും മടുപ്പ് വരുന്നു. അപ്പോൾ മറ്റൊന്നിനെ തേടി അലയുന്നു. അങ്ങനെ ആയുഷ്കാലം മുഴുവനും തേടിയാലും യഥാർത്ഥ സുഖം കണ്ടെത്താൻ കഴിയുകയില്ല. അതിനെ കസ്തൂരിമാനിൻ്റെ ഒരു ഉദാഹരണത്തിൽ കൂടി ഇത് വ്യക്തമാക്കുകയാണ്. സ്വന്തം നാഭിയിലാണ് കസ്തൂരിമാനിൻ്റെ ആ കസ്തൂരി എന്ന സുഗന്ധം ഇരിക്കുന്നത്. അതറിയാതെ ആ മാൻ ഈ സുഗന്ധം പുല്ലിലും കല്ലിലും മണ്ണിലും ചെടികളിലും സർവ വസ്തുക്കളിലും അത് ചെന്ന് പരതിക്കൊണ്ടിരിക്കുന്നു. അതാണ് സുഖമെന്ന് കരുതി ഓരോന്നിനെ ഘ്രാണിക്കുമ്പോഴും അതല്ല, അപ്പോൾ മറ്റൊന്നിലേക്ക് പോകുന്നു, അതുമല്ല. അങ്ങനെ ഇത് ഓടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ മാനിന് ഈ സുഗന്ധം വരുന്നത് തന്നിൽ നിന്ന് തന്നെയാണ് എന്ന ബോധം ഉണ്ടായാൽ അതിന് അലയേണ്ട ആവശ്യമില്ല. അത് വെറുതെ നിന്ന് കൊടുത്താൽ ആ സുഖം അതിന് ആസ്വദിക്കാമായിരുന്നു. ഇതേപോലെ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയാണ് പരമമായ സുഖം എന്ന പരമസത്യം അറിയാതെയാണ് നാം ലോകവസ്തുക്കളെ സുഖത്തിനായി ആശ്രയിക്കുന്നത്. എന്നാൽ ഒരു പദാർത്ഥത്തിനും നമുക്ക് സുഖം തരില്ല. അപ്പോഴേക്കും ആയുസ് തീരാനായി. ഈ ദേഹത്തിനൊരു പ്രത്യേക കാലയളവുണ്ട്. ആ കാലം തീർന്നാൽ ശരീരവും ഉപേക്ഷിക്കപ്പെടുന്നതാണ്. ദേഹം ഉപേക്ഷിക്കുന്നതിന് മുമ്പേ ഈ സത്യം ബോധിച്ച് മനസ്സിൻ്റെ ഓട്ടത്തെ നമ്മൾ നിയന്ത്രണ വിധേയമാക്കി അത് എവിടെ നിന്ന് വന്നുവോ അതിലേക്ക് തിരിച്ചെത്തുമ്പോൾ പരമമായ സുരക്ഷയും ആനന്ദവും അതിന് ലഭിക്കുന്നതാണ്. അത് അല്ലാതെ ലോകവസ്തുക്കൾ എത്ര വാരിക്കൂട്ടിയാലും നമുക്ക് യഥാർത്ഥ സുഖം അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ ഈ പരമസത്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. ബാഹ്യമാമി പ്രപഞ്ചത്തെ സത്യമെന്നു നിനച്ചതിൽ സുഖം തേടി നടക്കുന്നു ഫലമില്ലെന്നു കാണെങ്കിലും. സുഖം കിട്ടുന്നില്ല എങ്കിലും തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഓരോ മനുഷ്യൻ്റെയും പ്രകൃതം. ഇതിൽ നിന്ന് നാം വിമുക്തരായാൽ മാത്രമേ യഥാർത്ഥ സുഖം എന്തെന്ന് നമുക്ക് അനുഭവവേദ്യമാവുകയുള്ളൂ. മനസ്സ്വസ്ഥതയും ആനന്ദ. മനസ്സ് സ്വസ്ഥമാകുമ്പോൾ പരമമായ ആനന്ദമായിരിക്കും. മനസ്സ് സ്വസ്ഥമാകണമെങ്കിൽ അത് നിശ്ചലവും നിർമ്മലവുമായിരിക്കണം.
അതിനെ ഇളക്കി മറിക്കുന്നതും ഈ അഴുക്ക് നിറഞ്ഞ ചിന്തകളും അതുപോലെ ചലനവുമാണ്. ഈ ശുദ്ധവും നിശ്ചലവുമായ ജലത്തിൽ പ്രതിച്ഛായ പ്രതിഫലിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് നിശ്ചലവും അതുപോലെ നിർമ്മലവും ആണെങ്കിൽ അതിൽ ഈശ്വരത്വം പ്രതിഫലിക്കുന്നതാണ്. അതാണ് മനസ്വസ്ഥതൈവാനന്ദ എന്ന് പറയുന്നത്. ബാഹ്യമാമി പ്രപഞ്ചത്തെ സത്യമെന്നു നനച്ചതിൽ സുഖം തേടി നടക്കുന്നു, ഫലമില്ലെന്നു കാൺകിലും